ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ 14 ജില്ലകളിലും 14 ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളുടെ നേതൃത്വത്തിലാണ് പോഷൻ മാഹ് 2025 സംഘടിപ്പിച്ചത്. പോഷകാഹാരങ്ങളുടെ മൂല്യവും പ്രാധാന്യവും ജനങ്ങളിൽ എത്തിക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെ വിവിധ പരിപാടികളോടെയാണ് പോഷൻ മാഹ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അലയമൺ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ അംഗൻവാടികളുടെ പങ്ക് വളരെ വലുതാണ്. പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഇത്തരം പദ്ധതികളെന്നും എം ജയശ്രീ പറഞ്ഞു. നല്ല പോഷക സമൃദ്ധമായ ആഹാരങ്ങളാണ് ഇവിടെ നിങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ അംഗൻവാടി ടീച്ചർമാരുടെ പങ്ക് വളരെ വലുതാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ അമ്മമാർ തന്നെയാണ് നമ്മുടെ അംഗൻവാടി ടീച്ചർമാരെന്ന് പറയുന്നത്. അതായത് 3 വയസ്സാകുമ്പോൾ മുതൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ അമ്മമാരെങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ പരിപാലിച്ചു പോകുന്നത്. നമ്മുടെ അലയമൺ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഈ 5 വർഷത്തിനിടയിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇന്ന് വരെയും നമ്മുടെ അംഗൻവാടി ടീച്ചർമാരെ കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായം കേട്ടതായിട്ട് വന്നിട്ടേ ഇല്ല. കാരണം അത്രയ്ക്ക് ശുഷ്കാന്തിയോട് കൂടി തന്നെയാണ് നമ്മുടെ അലയമൺ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും പ്രവർത്തിക്കുന്നെന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം മുരളി, മിനി ദാനിയൽ, ഗീതാകുമാരി, CDPO ടിറ്റി, സൂപ്പർവൈസർ സൗമ്യ റാണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർച്ചന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് പോഷകാഹാരങ്ങളുടെ കലവറയൊരുക്കി അംഗൻവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് വേറിട്ടതായി. ഇലവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവ കൊണ്ടുണ്ടാക്കിയ അത്തം, കൂവരക്, രാഗി, അമൃതം പൊടി തുടങ്ങിയവയിൽ നിന്നുമുണ്ടാക്കിയ ഭക്ഷണ വിഭവങ്ങൾ, നെല്ലിക്ക, ബീട്രൂട്ട്, ചെമ്പരത്തിപ്പൂ എന്നിവ കൊണ്ടുണ്ടാക്കിയ ജ്യൂസ്, സ്ക്വാഷ് തുടങ്ങിയവ ഫെസ്റ്റിൽ ആകർഷകമായി.
ഗ്രാമപഞ്ചായത്തിലെ പോഷമാഹിൻ്റെ ഭാഗമായി നടത്തി വരുന്ന ഒരു പ്രത്യേക ഇന പലഹാരമാണ് കലത്തപ്പം. ഇതിൻ്റെ ചേരുവകളെന്ന് പറയുന്നത് അരിപ്പൊടി, അമൃതം പൊടി, ശർക്കര, പാല്, തേങ്ങ, ഏലക്ക, ജീരകം, ചെറിയ ഉള്ളി, ചോറ്, നെയ്യ്. ഇത് ഉണ്ടാക്കുന്ന വിധമെന്ന് വെച്ചാൽ അരിപ്പൊടി, അമൃതം പൊടി, തേങ്ങ, ജീരകം, ഏലക്ക, ചോറ് ഇവ മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കുക. ശർക്കര പാനിയാക്കി അരച്ച് ഇത് മിശ്രിതത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. പാനിയിൽ നെയ്യൊഴിച്ച് തേങ്ങാക്കൊത്തും ഉള്ളിയും ചേർത്ത് വറുത്ത് ഒഴിക്കുക. 15 മിനിറ്റ് നേരം വേവിക്കുക. ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരപ്പമാണ് ഈ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ചേർത്തേക്കുന്നത് പച്ചരി, ശർക്കര, നെയ്യ്, അണ്ടിപ്പരിപ്പ്, ചെമ്പരത്തിപ്പൂവ് എന്നിവ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പച്ചരി അരച്ച്, ചെമ്പരത്തിപ്പൂവും അരച്ച്, ജീരകവും കൂടി അരച്ച് നെയ്ക്കകത്ത് കുറുക്കിയെടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് ആണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ല പോഷകഗുണമുള്ള ഒരു ആഹാരമാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതും എന്നാൽ ചിലവ് കുറഞ്ഞതും ലോക്കലി അവൈലബിളായിട്ടുള്ള സാധനമാണ് ചെമ്പരത്തിപ്പൂവ്. ഇത് നമ്മുടെ സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം ചെമ്പരത്തിപ്പൂവ് നല്ല ഒരു ഔഷധമാണ്. ഇതിൽ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ 23 അംഗൻവാടികളിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരൈറ്റം വാഴക്കൂമ്പും പയറും കൂടി വെച്ചിട്ടുള്ള തോരനാണ്. വാഴക്കൂമ്പ് വൈറ്റമിൻ സിയുടെ അഭാവം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അഭാവം കുറയ്ക്കുന്ന ഒന്നാണ് പയർ എന്ന ധാന്യം. ഈ ധാന്യവും ഈ വാഴക്കൂമ്പ്, ഈ തോരൻ നമ്മുടെ ശരീരത്തിൻ്റെ വൈറ്റമിൻ സിയുടെ അഭാവവും പ്രോട്ടീൻ്റെ അഭാവം വളരെ കുറയ്ക്കുന്നതാണ്. 23 അംഗൻവാടികളിൽ നിന്നുള്ള വർക്കർമാർ, ഹെൽപ്പർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നാട്ടുവാർത്ത, അഞ്ചൽ.